നമസ്കാരം. പശ്ചിമേഷ്യയിൽ ആരംഭിച്ച അമേരിക്ക-ഇറാൻ യുദ്ധം ഇപ്പോൾ ഇന്ത്യയുടെ സമുദ്രാതിർത്തികൾക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക അതിഥിയായി എത്തിയ ഇറാൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ IRIS ദേന ശ്രീലങ്കൻ തീരത്തിന് സമീപം വെച്ച് അമേരിക്കൻ അന്തർവാഹിനി മുക്കി. ടോർപിഡോ ഉപയോഗിച്ച് നടത്തിയ ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ 87 ഇറാൻ നാവികർ കൊല്ലപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഒരു അമേരിക്കൻ അന്തർവാഹിനി ശത്രു രാജ്യത്തിൻ്റെ കപ്പൽ ടോർപിഡോ ഉപയോഗിച്ച് മുക്കുന്നത് എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് സ്ഥിരീകരിച്ചു. ഇതിനൊരു നിശബ്ദ മരണമെന്നാണ് പെൻറ്റഗൺ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ അതിർത്തിക്ക് തൊട്ടടുത്ത് നടന്ന ഈ സംഭവം ആഗോളതലത്തിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും കനത്ത ജാഗ്രതയ്ക്ക് കാരണമായിരിക്കുകയാണ്. ഈ ഒരു സംഭവം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്കും വ്യാപാര പാതകൾക്കും തൊട്ടടുത്താണ് ഈ വലിയ ആക്രമണം നടന്നിരിക്കുന്നത്. സമാധാന മേഖലയായിരുന്ന ഇന്ത്യൻ മഹാസമുദ്രം ഇപ്പോൾ അമേരിക്കയുടെയും ഇറാൻ്റെയും പോർക്കളമായി മാറുന്നത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയ അതിഥിയെ അമേരിക്കൻ സേന വഴിമധ്യേ ആക്രമിച്ചത് ഇന്ത്യയെ കടുത്ത നയതന്ത്ര പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 370 കിലോമീറ്റർ മാത്രം അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അതിഥിയായി എത്തിയ ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യക്കും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. അമേരിക്ക ഇന്ത്യയുടെ തന്ത്രപ്രധാന ക്വാഡ് പങ്കാളിയാണെങ്കിലും ഇറാനുമായി ഇന്ത്യക്ക് ദീർഘകാല സാംസ്കാരിക വാണിജ്യ ബന്ധങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചബഹാർ തുറമുഖ പദ്ധതി ഉൾപ്പെടെ ഇറാനുമായും തന്ത്രപ്രധാനമായ ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് ഈ സംഭവം കടുത്ത നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇരു രാജ്യങ്ങളെയും പിണക്കാതിരിക്കുക എന്നത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ്. അത് എങ്ങനെ സാധിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇനി അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രത്യാഘാതങ്ങൾ എന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയുടെ വധത്തിനു ശേഷം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി മിഡിൽ ഈസ്റ്റിൽ ഒതുങ്ങില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്കൻ സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം യാതൊരു പ്രകോപനവുമില്ലാതെ സമാധാനപരമായി അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു യുദ്ധക്കപ്പലിനെ മുക്കിയത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇതിനകം പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ അതിഥിയായി വന്ന കപ്പൽ മുന്നറിയിപ്പില്ലാതെ തകർത്തതിലൂടെ അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിൽ ഒന്നിൽ യുദ്ധം എത്തിയത് ആഗോള വ്യാപാരത്തെയും എണ്ണ വിതരണത്തെയും സാരമായി ബാധിക്കും. മേഖലയിലെ സാമ്പത്തിക സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മറ്റൊരു വിഷയമെന്നത് ആഗോള സാമ്പത്തിക മാന്ദ്യമാണ്. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി മൂലം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിവെക്കും. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് യുദ്ധം വ്യാപിക്കുന്നത് ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണത്തെ ബാധിക്കും. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം തടസ്സപ്പെടുന്നത് ഇന്ത്യയിൽ ഇന്ധനവില കുതിച്ചുയരാനും വൻ സാമ്പത്തിക ബാധ്യതയ്ക്കും കാരണമാകും. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഈ നടപടി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ തടയാനുമായി ഇന്ത്യൻ നാവികസേന സമുദ്ര അതിർത്തിയിൽ പെട്രോളിംഗ് അതിശക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ നയതന്ത്ര പ്രതികരണങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്. ഇന്ത്യ സ്വീകരിക്കുന്ന നയതന്ത്ര സുരക്ഷാ നിലപാടുകൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും.